കേരള ക്രിക്കറ്റ് ഇപ്പോ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു നിലയിൽ നിൽക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനലിലെത്തി. KCL എന്ന് പറഞ്ഞൊരു ലീഗ്, അതിന്റെ വളരെ മികച്ച രീതിയിൽ ആ ലീഗ് കഴിഞ്ഞ ഫസ്റ്റ് സീസൺ നടന്നു. രണ്ടാമത്തെ സീസണിൽ സഞ്ജു ഉൾപ്പെടെയുള്ള താരങ്ങൾ കളിക്കാൻ വരുന്നു. അത് നിരവധി താരങ്ങൾ വരുന്നു. 16-കാരനായിട്ടുള്ള താരം വരെ ഇപ്പോൾ ലേലത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. അതായത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് നിലവിൽ നമുക്ക് ആഭ്യന്തര ക്രിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ലീഗ് IPL ആണ്. IPL കേരളത്തിൽ നിന്നുള്ളൊരു ടീം എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ഒരു സ്വപ്നമാണ്. പണ്ട് നമുക്കൊരു ടീം കിട്ടിയിരുന്നത്, അതായത് ഒരു മികച്ച ടീം തന്നെയായിരുന്നു. ഒരു ലോകോത്തര താരങ്ങളെല്ലാവരും വന്ന് കളിച്ച കേരള ടസ്കേഴ്സ്, കൊച്ചി ടസ്കേഴ്സ് കേരള എന്ന് പറയുന്ന ഒരു ടീം നമുക്ക് കിട്ടിയിരുന്നു. പക്ഷെ ആ ടീം ഒരു സീസണോട് കൂടിയിട്ട് ആ ഒരു സീസണിൽ മാത്രം കളിച്ചിട്ട് വിവാദം മാത്രമല്ല ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആർബിട്രേഷൻ വിധിച്ച ഒരു 538 കോടി എന്ന് പറയുന്ന നഷ്ടപരിഹാരം BCCI ഇതുവരെ നൽകാൻ തയ്യാറായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 160 കോടി അങ്ങനെ എന്തോ ഒരു ബാങ്ക് ഗ്യാരണ്ടിയുമായിട്ട് പ്രശ്നം. ഇപ്പോഴും അത് ഇത്രയും കാലമായിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് അടക്കം കൊടുക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഹൈക്കോടതി അത് ശരിവെച്ചിട്ടുണ്ട്. പക്ഷെ BCCI എപ്പോഴും തയ്യാറായിട്ടില്ല. ഇനി അതിനെതിരെ മിക്കവാറും സുപ്രീം കോടതിയിലേക്ക് പോകാനായിരിക്കും ICC തീരുമാനിക്കുന്നത്. പണ്ട് ഈ ഒരു വിവാദമൊക്കെ വന്ന സമയത്തെ BCCIയുടെ അകത്തുനിന്ന് തന്നെയുള്ള ചില ആളുകൾ അഭിപ്രായപ്പെട്ടിരുന്നത്, അതായത് കൊച്ചി ടസ്കേഴ്സ് കേരളനെ തിരിച്ചു കൊണ്ടുവരണം. കാരണം ഇത്രയും ഭീമമായിട്ടുള്ള തുക കൊടുക്കുന്നതിനേക്കാളും നല്ലത് അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അവസാനത്തെ ചർച്ചകൾക്കൊക്കെ ഒടുവിൽ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ട, അത് നിയമപരമായി നേരിടാമെന്ന് BCCI തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ഒരു ചർച്ചയിൽ വീണ്ടും ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഹൈക്കോടതിയും കൂടി ഈ ആർബിട്രേഷന്റെ വിധി ശരിവെച്ചൊരു സാഹചര്യമുണ്ട്. സുപ്രീം കോടതിയിലേക്ക് BCCI പോകും. പക്ഷെ കേരളത്തിൽ നിന്നുള്ള ഒരു IPL ടീം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമല്ലേ? പ്രത്യേകിച്ച് സഞ്ജു ക്യാപ്റ്റനും കൂടി ആണെങ്കിൽ അതൊരു തരുന്നൊരു ആവേശം വേറെ ആയിരിക്കും. തീർച്ചയായും. നമ്മളിപ്പം സഞ്ജു അടുത്ത സീസണിൽ രാജസ്ഥാൻ ഉണ്ടാവില്ല എന്നും മറ്റു ടീമുകളിലേക്ക് പോകുന്നൊക്കെ ചർച്ചയാണ്. അടുത്ത സീസണിൽ എന്തായാലും നടക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം, നടന്നേക്കില്ല. എന്തായാലും ഒരു പുതിയ ടീം, കൊച്ചി ടസ്കേഴ്സിനെ പോലെ ടീം നമുക്ക് കിട്ടിയേക്കില്ല. പക്ഷെ നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നത് സഞ്ജു ഇപ്പോൾ പോകുമ്പോൾ ചെന്നൈയിലേക്കൊക്കെ എന്തിനാണ് കളിക്കുന്നത്? സഞ്ജുവിന് സ്വന്തം നാട്ടിൽ ഒരു ടീമിനെ കളിക്കാൻ പറ്റുമെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ആ ടീമിൻ്റെ റെക്കോർഡ് നമുക്ക് 2011 IPL 4ാം സീസണിലാണ് കൊച്ചി ടസ്കേഴ്സ് കേരള കളിച്ചത്. അത് 8 തോൽവിയും 6 ജയവുമായിരുന്നു. 6 ജയം എന്ന് പറഞ്ഞാൽ അത് മുംബൈക്കെതിരൊക്കെ നേടി ജയങ്ങളൊക്കെ ഉണ്ട്, മുംബൈക്കും ചെന്നൈക്കും നേടി ജയങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ മാച്ചിൻ്റെ സീസണിൻ്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, ഇത് സഞ്ജു ഒരു നായകനായിട്ട് കേരളത്തിൻ്റെ ഒരു ടീം കളിക്കുക പറഞ്ഞാൽ അത് കേരള ക്രിക്കറ്റിന് വല്ലാത്തൊരു ബൂസ്റ്റ് ആയിരിക്കും, ഒരു സംശയമില്ല. ഇപ്പം സൈഫ് പറഞ്ഞത് തന്നെ ക്രിക്കറ്റ് ലീഗ് കേരളത്തിൽ നടക്കുന്നു, അതിൻ്റെ നമ്മൾ വെടിക്കെട്ട് ബാറ്റിംഗ് കാണുന്നു. കേരളത്തിൻ്റെ താരങ്ങൾ IPL പല ടീമുകൾ കളിക്കുന്നു. അത് മാത്രമല്ല, കേരള ക്രിക്കറ്റ് ലീഗ് കളിച്ച ഒരു താരം വിഘ്നേഷ് പുത്തൂര് മുംബൈ ട്രയൽസിന് വിളിക്കുകയും എന്നിട്ട് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് അവർ ആദ്യ മത്സരത്തിൽ തന്നെ അവർ IPL നമുക്കറിയാം ഇപ്പൊ പുതിയൊരു താരമൊക്കെ ആകുമ്പോൾ ആദ്യ മത്സരത്തിലൊക്കെ അവസരം കിട്ടുമൊന്നുമില്ല, കുറച്ചൊക്കെ കഴിഞ്ഞിട്ടൊക്കെ, പ്രത്യേകിച്ച് മലയാളി താരങ്ങളുടെ ഒരു എനിക്ക് തോന്നുന്നു ടീമിലെത്തിയിട്ട് ഇത് നമുക്ക് സ്ഥിരീകരിക്കാനുള്ള ഡാറ്റ നമ്മുടെ കയ്യിലില്ല. പക്ഷെ ടീമിലെത്തിയിട്ട് ആദ്യ മത്സരം തന്നെ IPL കളിക്കാൻ അവസരം കിട്ടിയ ഒരു മലയാളി താരം ഉണ്ടാകുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ഒക്കെ ഒരു ആവേശത്തിൽ നിൽക്കുന്നോണ്ടിട്ട് എങ്ങനെ സംസാരിക്കുന്നത്? പ്രത്യേകിച്ച് രഞ്ജി ഒക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഒരു സഞ്ജു സാംസണും അല്ലെങ്കിൽ സച്ചിൻ ബേബി മാത്രമല്ല ഉള്ളത്, ഒരുപാട് താരങ്ങൾ, സൽമാൻ നിസാർ, അസറുദ്ദീൻ, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഇപ്പൊ വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോ ഈ KCLലൂടെ പുതിയ താരങ്ങൾ വളർന്നു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ അത്തരം താരങ്ങൾ വരുന്ന ഒരു സമയത്ത് എന്താണ് ഇങ്ങനെ ഒരു ടീം വല്ല സാധ്യതയുണ്ടോ? ഇനി നിലവിലെ സാധ്യതയുണ്ടോ വെച്ചാൽ അതിലിപ്പം KCL തന്നെ തള്ളിക്കളയാണ്. പെട്ടെന്നൊരു ടീമിനെ കുറിച്ച് പിന്നെ ചിന്തിക്കുന്നുണ്ടാവില്ല, വരാൻ സാധ്യത ഇല്ല എന്ന് പറയുന്നത് KCL. പക്ഷെ നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ടീം വന്നാൽ ടീമിനെ പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോടതി വിധി മറ്റും വരുമ്പം BCCI ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു ജാക്ക്പോട്ടായിട്ട് മാറിയേക്കും നമ്മുടെ ടീമിലേക്ക്. ശ്രീശാന്ത് ആയിരുന്നു പണ്ട് നമ്മുടെ സ്റ്റാർ പ്ലെയർ, ജയവർദ്ധന, മക്കല്ലം, രവീന്ദ്ര ജഡേജ ഒക്കെ കളിച്ച ടീമാണ്. ആ ടീമിൻ്റെ ഒരു പിന്മുറക്കാരായിട്ട് വീണ്ടും നമുക്കൊരു ടീമിനെ കിട്ടിയാൽ ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൻ്റെ നിരവധി താരങ്ങൾ നമുക്ക് ഇപ്പം സൈഫ് പറഞ്ഞ ലിസ്റ്റ് തന്നെ ഉണ്ട്. അതിൽ വിഘ്നേഷ് പുത്തൂരും സഞ്ജു കൂടെ വന്നാൽ ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ പറയേണ്ടത് നമുക്ക് പുറത്തുനിന്നുള്ള പിന്നെ മറ്റ് സംസ്ഥാന താരങ്ങളെ വേണ്ടി വരില്ല, വിദേശ താരങ്ങളെ മാത്രം എടുത്തിട്ട് ബാക്കി സെറ്റാക്കി മതി.
നമ്മൾ അത്ര നല്ല ടീമായിരുന്നു ഇപ്പോൾ ഉള്ള ടീം. അത്രയും നല്ലൊരു ബാക്കപ്പ് ബെഞ്ച് ഉണ്ട് കേരളത്തിന്. എന്തിനും പോരാടാൻ പറ്റുന്ന ഒരു ടീമുണ്ട്. കാര്യം നേരൊക്കെ നമുക്ക് കളിക്കാൻ വേണ്ടി വരാനില്ലാണ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം പിന്നെ ഇപ്പം ജയവർദ്ധനെ പണ്ട് നമുക്ക് കളിച്ച ജയവർദ്ധനക്ക് ഇപ്പോൾ കോച്ചായിട്ടൊക്കെ പല ടീമിലുണ്ട്. ഇപ്പോഴത്തെ അന്ന് നമ്മളെ കേരള കൊച്ചി ടസ്കേഴ്സ് കളിച്ച പല താരങ്ങളുമാണ് ഇന്ന് KCL നമ്മുടെ ലീഗിൽ പല ടീമുകളെയും കോച്ചുമാർ. അപ്പം അങ്ങനെ എല്ലാവരും ഇങ്ങനെ ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ആ ആവേശം കേരള ക്രിക്കറ്റിൽ അങ്ങനെ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. 2011 അത് നിന്ന് പോയെങ്കിലും അത് നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞത് 2010 ഇത് ഒറ്റ സീസൺ കൊണ്ട് അവസാനിച്ചെങ്കിലും പിന്നീട് വൻ വിവാദമായിരുന്നു, രാഷ്ട്രീയ വിവാദം അടക്കം. ശശി തരൂറിനും പിന്നെ സുനന്ദ പുഷ്കർ അങ്ങനെ പല ഇതിലേക്ക് പോയി. ഗുജറാത്ത് ബേസായ ഒരു ഇതായിരുന്നു നമ്മുടെ മെയിൻ കൺസോർഷ്യത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ ഇതായിട്ടുണ്ടായത് പെട്ടെന്ന് കെട്ടുപോയി. പക്ഷേ നമുക്ക് ഇപ്പോഴും പറയുമ്പം സച്ചിൻ സെഞ്ചുറി അടിച്ചൊരു മത്സരം കൊച്ചിക്കെതിരെ, അതിൽ മക്കല്ലും പിന്നെ തിരിച്ചടിച്ചിട്ട് കളി ജയിച്ച് അവർ 2 വിക്കറ്റ് അത്ര വീഴുന്നത്. നമ്മൾ ജഡേജ 11 ബോൾ 26 അടിച്ചത് 2 4 അടിച്ചിട്ട് ആ കളി തീർത്തത്. ജഡേജയും മറ്റു താരം എനിക്ക് ഓർമ്മയില്ല, അവരായിരുന്നു രാവസ് ക്രീസിൽ. അതൊക്കെ ഒരു ആവേശ നിമിഷമായിരുന്നു. നമ്മൾ അതിന് മുന്നേ IPL തുടങ്ങിയപ്പോൾ തന്നെ മലയാളികളെല്ലാം പല ഇഷ്ടതാരങ്ങൾക്കൊപ്പം പല ടീമിൽ പോയാണ്. അതിനുശേഷമാണ് 4 സീസൺ ആകുമ്പോൾ 4ാം സീസണിലാണ് കൊച്ചിക്ക് ഒരു ടീം കിട്ടുന്നത്. നമ്മുടെ ടീം വേറെ എവിടെ ഉണ്ടത്ര. നമുക്ക് പല ടീമുകളായിട്ട് ആരാധകരുണ്ടെങ്കിലും കൊച്ചി എന്ന് പറയുമ്പോൾ ഒരു വികാരം. കേരളത്തിന് സ്വന്തം ടീമിനെ കിട്ടിയൊരു സന്തോഷത്തിലായിരുന്നു നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ സന്തോഷം അത് ഗ്രൗണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് നമ്മളെ ലീഗിൽ. അതിൽ പിന്നെ 6 ജയമുണ്ട്. പക്ഷേ ഒരു പല മുൻപ് ടീമുകൾക്കെതിരെ വിജയിക്കാൻ ചെന്നൈക്കെതിരെ മുംബൈക്കെതിരെ ജയിച്ചു. തീർച്ചയായും ഈ നമ്മൾ പറയുമ്പം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരാധകരിൽ ഏറ്റവും കൂടുതൽ ചെന്നൈയിലും മുംബൈയിലും ഉള്ളത്. ആ 2 ടീമിനും വീഴ്ത്തിയിട്ട് അപ്പം നമ്മൾ പറയുമ്പോൾ അന്ന് ധോണിയും സച്ചിന്റെയും ആരാധകർ നിൽക്കുന്ന സമയത്താണ് നമ്മളിവിടെ അതിന്റെ കൊച്ചി ടസ്കേഴ്സ് കളി ജയിക്കുന്നത്. ഒരു വലിയൊരു മുഹൂർത്തമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു നിമിഷം ഒരു മത്സരങ്ങൾ നമുക്ക് ഇനി വീണ്ടും കിട്ടിയാൽ കേരളത്തിന്. ഇതിനകത്ത് വേറൊരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പൊ കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർക്കൊക്കെ ഈ IPL 2008 IPL തുടങ്ങിയിട്ട് ആ ഒരു 2011 ഒരു കൊച്ചി ടീം വരുന്നത്. 2008 മുതൽ പല ടീമുകളുടെ ആരാധകരൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മള്. അതായത് ചെന്നൈയുടെ ആരാധകരാണ്, മുംബൈയുടെ ആരാധകരാണ്. അപ്പൊ ഓരോ താരങ്ങൾ വെച്ചിട്ട് പല ടീമുകളുടെ ആരാധകരാണ്. അപ്പൊ ഈ കൊച്ചി ടസ്കേഴ്സ് വന്നോട് കൂടിയിട്ട് ഒരു കൺഫ്യൂഷനിലായിരുന്നു നമ്മള്. അപ്പൊ നമുക്കൊരു 2 ടീമായി മാറി. അതായത് ചെന്നൈ ആരാധകരാണെങ്കിൽ ചെന്നൈ ടീമിന്റെ കളി, കൊച്ചി ടീമിന്റെ ആരാധകരാണ്. അതായത് മുംബൈയുടെ ആരാധകരാണെങ്കിൽ മലയാളിയാണെങ്കിൽ കൊച്ചി ടീമിന്റെ ആരാധകരാണ്. ആ രീതിയിലൊക്കെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വിഷമം അല്ലെങ്കിൽ വളരെ സങ്കടം തോന്നിയ ഒരു മത്സരമൊക്കെ ഉണ്ട്. ഇപ്പൊ 2011 എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു സമയത്ത് നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഗെയില് നമ്മുടെ പ്രശാന്ത് പരമേശ്വരനെ എടുത്തിട്ട് അടിച്ചിട്ടുണ്ട്. ആ ഒരു ഭയങ്കര 37 റൺസാണ് അദ്ദേഹത്തിന് എടുക്കുന്നത്. അന്ന് ഗെയിലിന് എന്തോ വല്ലാത്തൊരു പ്രാന്ത് പിടിച്ച ഗെയിലിന്റെ കാലം അങ്ങനെ ആയിരുന്നല്ലോ, ഔട്ട് ആവുന്ന ടെൻഷനായിരുന്നു ഗെയിൽ. നമുക്ക് അറിയാം, വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കുറെ ടെൻഷൻ അടിപ്പിക്കുകയും കുറെ സന്തോഷിപ്പിക്കുന്നത് ഒരു നിമിഷങ്ങൾ കുറെ നമുക്ക് തന്നിട്ടുണ്ട് ഒറ്റ സീസൺ കൊണ്ട് തന്നെ. നമ്മൾ ടീമാകുമ്പോൾ അങ്ങനെയാണ്. കൊച്ചിയിൽ ഇപ്പം ഇപ്രാവശ്യം നമുക്കറിയാം ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പിന്നെ IPL തുടങ്ങുമ്പം ഇവിടെ ഫാൻ പാർക്ക് കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആവേശം നമുക്ക് വീണ്ടും കിട്ടുന്നുണ്ട്. ആവേശം വിട്ടുപോയിട്ടില്ല. ഇനിയിപ്പം നമുക്കൊരു ടീം വരുവാണെങ്കിൽ അത് ഹോം ഗ്രൗണ്ട് ചിലപ്പോൾ തിരുവനന്തപുരം ആയിരിക്കും, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആയിരിക്കും വരുന്നത്. അത് എന്തോ ആവട്ടെ, കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം എന്തോ ആവട്ടെ, കേരളത്തിൻ്റെ ഒരു ടീം വീണ്ടും ഒരു മലയാളി ടച്ചിലെ ടീം വന്നാൽ ഈ പറഞ്ഞ പോലെ പല താരങ്ങൾക്ക് അവസരം കിട്ടും. കേരള ക്രിക്കറ്റ് ഇപ്പം നെഞ്ചിൽ പറഞ്ഞ പോലെ നമ്മൾ അങ്ങ് എത്തി നമുക്ക് ചെയ്യാൻ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട് പറയാം. അങ്ങനെ 100% കൊടുക്കുന്ന പോലെ താരങ്ങളുണ്ട്. അസറുദ്ദീനായാലും സച്ചിൻ ബേബി ആയാലും. സച്ചിൻ ബേബി എല്ലാം ഒരു ടീമിന് കേരള ടീമിനെ അർഹിക്കുന്നുണ്ട്. കേരള ടീമിൽ കളിച്ചിട്ട് അദ്ദേഹം പിന്നെ IPL ടീമിൽ കളിച്ചിട്ട് അത് ഒരു ആഗ്രഹമാണ് നമുക്ക് കാണുന്നത്. ഇതൊക്കെ ആഗ്രഹം എന്ന് പറയുമ്പോഴേ ഇപ്പൊ നിലവിൽ IPL 10 ടീമുകളുണ്ട്, 84 മത്സരങ്ങളുണ്ട്. തീർച്ചയായും 2 മാസം ഓൾറെഡി ഇതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BCCI നമ്മളിപ്പോ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ സംസാരം തലകൊണ്ട് അറിയാം നടക്കില്ല, തലകൊണ്ട് അറിയെങ്കിലും മനസ്സുകൊണ്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം മാത്രമേ. അങ്ങനെ അപ്പൊ ഇതില് ഇപ്പൊ നമ്മളിപ്പോ ഇത് പറയുമ്പോ കേരള ക്രിക്കറ്റിന്റെ ഒരു കാര്യം പറയുമ്പോൾ ഒരു T20 മത്സരം ഇന്ത്യയിൽ കേരളത്തില് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നുണ്ട്. 2026 ജനുവരിയിൽ ന്യൂസിലാൻഡിനെതിരെയുള്ള ഒരു T20 മത്സരം കേരളത്തിലേക്ക് ക്രിക്കറ്റ് തിരിച്ചു വരികയാണ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം. അപ്പോൾ നമുക്കിപ്പോ കൊച്ചി ടസ്കേഴ്സ് കേരള എന്ന് പറയുന്ന ഒരു ടീം നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അന്നത്തെ സാഹചര്യത്തിൽ സാധിച്ചില്ല. പക്ഷെ ഇനി ഇപ്പൊ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ടീമിനുള്ള ഒരു സാധ്യത വരികയാണെങ്കിൽ അത് കേരള ക്രിക്കറ്റ് അത് ഏറ്റെടുക്കാനുള്ള സാധ്യത തന്നെയല്ലേ ഉള്ളത്? തീർച്ചയായും. അതിപ്പം പിന്നെ പല ഭാരവാഹികളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം പെട്ടെന്നൊരു ചാൻസ് കാണുന്നില്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ എന്തായാലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉറപ്പുണ്ട്. ഈ പറഞ്ഞ പോലെ അതിനുള്ള സാഹചര്യം നമുക്കിപ്പോഴുണ്ട്. ക്രിക്കറ്റിന് വേരോട്ടമുള്ള മണ്ണ് തന്നെയാണ്. ക്രിക്കറ്റിന് അത്രത്തോളം സ്നേഹിക്കുന്ന നാടാണ്. ഈ താരങ്ങൾ ഇങ്ങനെ നമ്മൾ ക്രിക്കറ്റിനെ മറക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് താരങ്ങളുണ്ട്. ഈ ഒരു സഞ്ജു സാംസണിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് നമുക്ക് ഓരോ താരങ്ങളെ അറിയാം. പല റെക്കോർഡുകളും പല നേട്ടങ്ങളും നേടിക്കുന്നത്
ഇപ്പം IPL വിഘ്നേഷ് പുത്തൂർ വന്നു. ഇനിയിപ്പോൾ സഞ്ജുവിന്റെ ഒരു പേരിന് ഒന്നിച്ച് തന്നെ വിഘ്നേഷ് പുത്തൂരിനെ നമ്മളിപ്പോൾ ഈ സീസണിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ടീമുകളിൽ മാത്രമല്ല സച്ചിൻ ബേബിനെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു സീനിയർ താരം എന്നുള്ള രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. തീർച്ചയായും അത് പരിഗണിക്കാൻ അർഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ IPL ഇപ്പോൾ പറഞ്ഞ സഞ്ജു പിന്നെ എനിക്ക് കേരള ടീമിൽ കളിച്ചില്ലെങ്കിലും സച്ചിൻ ബേബി നയിച്ചാലും മലയാളികൾ ഹാപ്പി ആയിരിക്കും. കാരണം സച്ചിൻ ബേബിനെ നമുക്ക് അത്രയും നമുക്ക് സഞ്ജുവിനെ പോലെ തന്നെ നമുക്ക് അത്ര ഇഷ്ടമാണ്. നമ്മൾ കളി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഇത് വരണം ഇനി, അത് മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അധികം വൈകാണ്ട് സച്ചിൻ ബേബിയെല്ലാം വിരമിക്കുന്നതിന് മുമ്പ് തന്നെ അത് വരണമെന്നുള്ള ആഗ്രഹം ഇങ്ങനെ മനസ്സുകൊണ്ടുണ്ട്. പക്ഷേ വളരെ വിഷമത്തോടു കൂടി പറയട്ടെ, അത് അടുത്തൊന്നും നടക്കാൻ സാധ്യത അതെ പറഞ്ഞത് നമുക്ക് തലകൊണ്ടത് അറിയാം. പക്ഷെ മനസ്സുകൊണ്ട് ഇപ്പോഴും ആഗ്രഹിക്കുകയാണ് വീണ്ടും കൊച്ചി ടസ്കേഴ്സ് കളിക്കുന്നതും. ആ ഒരു പിന്നെ ഈ പറഞ്ഞ പോലെ ജയവർദ്ധനയും ജഡേജൊക്കെ ആ ഇത് കാണുമ്പോൾ നമുക്കൊരു ഇപ്പോഴും ആ ഹൈലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതാണ്. ഇപ്പം ഒന്നുമില്ലെങ്കിൽ ഈ കോടതി വിധി തരുന്ന സമയത്ത് ഞാൻ ആ കളിയുടെ ഇത് ഇമേജ് എടുത്തിട്ട് കൊച്ചി ടസ്കേഴ്സിന്റെ ഇമേജ് എടുത്തിട്ട് നോക്കിക്കൊണ്ടിരുന്നതാണ്. ആ ടീമിന് ആ ഓർമ്മകൾ നമുക്ക് അത്രയും നമുക്ക് അങ്ങനെ ഒരുപാട് ഇല്ല. അതേ പറഞ്ഞു ഇമേജ്, ഞാൻ ഇമേജ് എടുത്തിട്ടാണ് ഈ കോടതി വിധി തരുന്ന സമയത്ത് കൊച്ചി ടസ്കേഴ്സിന്റെ ഇത് ചെയ്തിട്ട് ഗാലറി ഇമേജ് ഗൂഗിൾ ഇമേജ് എടുത്തിട്ട് നോക്കിയിട്ടാണ്. ഇതൊക്കെ കൊച്ചിയിലെ ഏത് മത്സരം മറന്നാലും ഈ ഗെയിലിന്റെ ഈ അടിയടിച്ച മത്സരം ഞാൻ മറക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ഗെയില് അധികം റണ്ണൊന്നും സത്യത്തിൽ വേണ്ടായിരുന്നു തോന്നുന്നുണ്ട് അവർക്ക് ജയിക്കാൻ. അപ്പൊ ഈ ഗെയില് അതായത് ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തോ പരിപാടിക്ക് പോകാനുള്ള പോലെ ആയിരുന്നു അങ്ങനെ. അതെ അതെ. എന്തായാലും നമ്മളിപ്പോ ഈ ഒരു ചർച്ചയും ഇതൊക്കെ ഇത് വരുന്നത് കേരള ക്രിക്കറ്റ് ഏറ്റവും മികച്ചൊരു രീതിയിൽ തങ്ങളുടെ ചരിത്രത്തിലെ ഒരു ഏറ്റവും മികച്ച ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ഒരുപാട് കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്ന ഒരു ലീഗ് അതിന്റെ ഒരു മികച്ചൊരു ആവേശത്തോട് കൂടിയിട്ട് രണ്ടാമത്തെ സീസണ് വേണ്ടി ഒരുങ്ങുന്നു. മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ രഞ്ജി ട്രോഫിയുടെ ഫൈനലിലെത്തി. നമുക്ക് കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു മികച്ച പോരാട്ടം തന്നെ ഫൈനലിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിന്. അത് മാത്രമല്ല കൊച്ചി ടസ്കേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഇപ്പോഴത്തെ ഈ ഹൈക്കോടതിയുടെ ഒരു വിധിയും കൂടി പുറത്തു വന്നു. ഇനി BCCI ചിലപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചേക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, കേരളത്തിൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ ഒരു ടീം വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരള ക്രിക്കറ്റ് ആരാധകർ അതിനെടുക്കും എന്ന കാര്യം അതിനൊക്കെ ഒരുപാട് താരങ്ങൾക്ക് അത് വലിയൊരു അവസരങ്ങൾ നൽകുകയും ചെയ്യും. അതാണ് എന്തായാലും ആ സ്വപ്നം അത് നടക്കട്ടെ എന്ന് നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.